വർഷം 2018. 99-ലെ വെള്ളപ്പൊക്കത്തിനു ശേഷം കേരളം ആദ്യമായൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുന്നത് അന്നാണ്. 100-ലേറെ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചർച്ചകളും പഠനങ്ങളും അന്ന് നടന്നു. അന്ന് ഉയർന്നു വന്നൊരു പേരുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ട്. 2011-ൽ മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനവും അന്ന് സമർപ്പിച്ച പഠന റിപ്പോർട്ടും വർഷങ്ങൾക്കിപ്പുറം ഓർക്കാൻ ഒരു മഹാപ്രളയം വരേണ്ടി വന്നു. കേരളം പതിയെ പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറി. തൊട്ടടുത്ത വർഷം 2019-ലും കേരളം സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയി. അന്നും ഉയർന്നു കേട്ടു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ന് 2021-ൽ സംസ്ഥാനം മറ്റൊരു ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുമ്പോൾ വീണ്ടും കേൾക്കുന്നു ഇതേ പേര്. 2011 മുതൽ അവഗണിക്കപ്പെട്ട ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഓരോ പ്രകൃതി ദുരന്തത്തിന്റെയും സമയത്ത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? എന്താണ് മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ളവർ ഈ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഈ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ 100 കണക്കിന് വരുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടും നാളുകളോളം വെളിച്ചം കാണാതിരുന്ന, ഒടുവിൽ വിവരാവകാശ നിയമത്തിലൂടെയും കോടതിയുടെ ഇടപെടലിലൂടെയുമെല്ലാം പൊതുജനമധ്യത്തിൽ മറനീക്കി പുറത്തുവന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിയാം 24 എക്സ്പ്ലെയിനറിലൂടെ. എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടെന്നും എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പഠനം നടത്തിയതെന്നും ആദ്യം പറയാം. 2010 മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2010 ഫെബ്രുവരി 9-ന് നീലഗിരി മലകളിലെ കോത്തഗിരിയിൽ നടന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനത്തിലാണ് ഈ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ജയറാം രമേശ് നടത്തിയത്. ആദ്യം എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടം ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നതെന്ന് ചുരുക്കത്തിൽ പറയാം. 6 സംസ്ഥാനങ്ങൾ, 44 ജില്ലകൾ, 142 താലൂക്കുകൾ എന്നിവയിലായി പരന്നു കിടക്കുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജന്തു ജീവജാലങ്ങൾ, വൃക്ഷങ്ങൾ, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങൾ എന്നിവയുള്ള പ്രദേശമാണ് പശ്ചിമഘട്ടം. ഇതിനു പുറമെ 6 സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ്സും ഈ മലനിരകളിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായി പശ്ചിമഘട്ടത്തെ യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിനെയും സന്തുലിതാവസ്ഥയെയും ബാധിക്കുന്ന ഈ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ 14 വിദഗ്ധരാണ് സമിതിയിൽ ഉൾപ്പെട്ടിരുന്നത്. മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു സമിതിയുടെ അധ്യക്ഷൻ. ഗാഡ്ഗിൽ സമിതിയോട് പ്രധാനമായും പഠിക്കാൻ ആവശ്യപ്പെട്ടത് പശ്ചിമഘട്ട മേഖലയുടെ നിലവിലുള്ള പാരിസ്ഥിതിക സ്ഥിതി വിശകലനമായിരുന്നു. 1986-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യേണ്ട പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അതിരുകൾ അടയാളപ്പെടുത്തുക, പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം, പരിപാലനം, പുനരുജ്ജീവനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശമായി വിജ്ഞാപനം ചെയ്യുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുക. അതിരപ്പള്ളി ഗുണ്ടിയ ജലവൈദ്യുതി പദ്ധതികൾ, ഗോവയിലെയും തീരപ്രദേശം ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലെ രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലെയും പുതിയ ഖനനാനുമതികൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കൽ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങളും നടത്താൻ സമിതിയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെ നിരവധി നാളത്തെ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടുന്ന ചില സംസ്ഥാനങ്ങളുടെ തന്നെ തലവര മാറ്റിയെഴുതിയേക്കാവുന്ന പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. 522 പേജുള്ള റിപ്പോർട്ടാണ് 2011 ഓഗസ്റ്റ് 31-ന് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഏറെ നാളുകളോളം ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതിരുന്നു. ഒടുവിൽ വിവരാവകാശ നിയമത്തിലൂടെയാണ് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിച്ചത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താതിരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പഠന റിപ്പോർട്ടിലെ ഉള്ളടക്കം തന്നെയായിരുന്നു. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി അറബിക്കടലിന് സമാന്തരമായി കടന്നുപോകുന്ന ഏതാണ്ട് 1490 കിലോമീറ്റർ നീളവും 48 കിലോമീറ്റർ മുതൽ 210 കിലോമീറ്റർ വരെ വീതിയും 1,29,037 ചതുരശ്രം കിലോമീറ്റർ വിസ്തൃതിയുമുള്ള പശ്ചിമഘട്ട മലനിരകളാണ് സമിതിയുടെ പഠനത്തിന് വിധേയമായത്. പശ്ചിമഘട്ടം മുഴുവൻ പരിസ്ഥിതിലോല മേഖലയാണെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. പരിസ്ഥിതിലോല മേഖലകളെ സോൺ 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചു.
സോൺ 1 യാതൊരു വിധത്തിലുള്ള മൈനിങ്, തെർമൽ പവർ പ്ലാന്റുകൾ പോലുള്ള പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കില്ല. ഇത്തരത്തിൽ സോൺ 2, 3 എന്നിവയ്ക്കും നിരവധി നിയന്ത്രണങ്ങളുണ്ട്. പരിസ്ഥിതിലോല മേഖലകളെ കൂടാതെ പരിസ്ഥിതിലോല പ്രദേശങ്ങളും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ അതിരുകൾ നിശ്ചയിച്ച് ഇവയെ പരിസ്ഥിതിലോല പ്രദേശമെന്ന് നിർണയിക്കുകയാണ് സമിതി പ്രധാനമായും ചെയ്തത്. സമിതി പരിഗണിച്ച കേരളത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മണ്ടയ്ക്കൽ, പനത്തടി, പൈതൽമല, ബ്രഹ്മഗിരി, തിരുനെല്ലി, കുറുവാദ്വീപ്, കുറ്റ്യാടി, പെരിയ, കൽപ്പറ്റ, നിലമ്പൂർ, മേപ്പാടി, സൈലന്റ് വാലി, മണ്ണാർക്കാട്, ശിരുവാണി, മുത്തുകുളം, നെല്ലിയാമ്പതി, പറമ്പിക്കുളം, പീച്ചി, വഴനി, പൂയംകുട്ടി, തട്ടേക്കാട്, ഇടമലയാർ, മൂന്നാർ, ഇരവിക്കുളം, ചിന്നാർ, ഏലമലക്കാടുകൾ, പെരിയാർ, റാന്നി, കോന്നി, ഗുഡ്രിക്കൽ, കുളന്തുപുഴ, തെന്മല, അഗസ്ത്യമല, നെയ്യാർ, പേപ്പാറ ഇവയെല്ലാം മുൻപേയുള്ള ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം, ജൈവ വൈവിധ്യ റിസർവുകൾ എന്നിവയ്ക്ക് പുറമെയാണ്. പരിസ്ഥിതിലോല പ്രദേശങ്ങൾ നിർണയിച്ച ശേഷം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് ചില നിർദ്ദേശങ്ങളാണ്. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ. അവയുടെ ചുരുക്കം ഇങ്ങനെയാണ്. തേയില, കാപ്പി, ഏലക്ക, റബ്ബർ, വാഴ, പൈനാപ്പിൾ തുടങ്ങി മണ്ണൊലിപ്പിന് കാരണമാകുന്ന വിളകളുടെ കൃഷി ഈ പ്രദേശത്ത് നിരോധിക്കണമെന്നായിരുന്നു ആദ്യത്തെ നിർദ്ദേശം. പ്ലാസ്റ്റിക് ഉപയോഗം 3 വർഷം കൊണ്ട് നിർത്തണം. പരിസ്ഥിതിലോല മേഖല 1 5 വർഷം കൊണ്ടും, മേഖല 2 8 വർഷം കൊണ്ടും, മേഖല 3 10 വർഷം കൊണ്ടും ജൈവ കൃഷിയിലേക്ക് മാറണം. ഇവിടെ പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല. പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. മേഖല 1ലും 2ലും വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കൃഷിഭൂമി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മേഖല 3ൽ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് കൃഷിഭൂമി മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഇവിടെ പുതിയ ഖനനം അനുവദിക്കരുത്. 2016ഓടെ മേഖല 1ലെ ഖനനം നിർത്തണം. നിയന്ത്രണ വിധേയമായി മേഖല 2ൽ ഇപ്പോഴുള്ള ഖനനവും മേഖല 3ൽ പുതിയ ഖനനവും ആവാം. പരിസ്ഥിതി മലിനമാക്കുന്ന റെഡ്, ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ ഇവിടെ പുതുതായി അനുവദിക്കരുത്. മേഖല 1ൽ മണൽ വാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുത്. ഇവിടെ 10 മെഗാവാട്ടിൽ കുറഞ്ഞ ജലവൈദ്യുത പദ്ധതികളാവാം. വലിയ കാറ്റാടി പദ്ധതികൾ പാടില്ല. മേഖല 2ൽ 15 മീറ്റർ കവിയാത്ത അണക്കെട്ടുകളും 10 മുതൽ 25 മെഗാവാട്ട് വരെയുള്ള ജലവൈദ്യുത പദ്ധതികളും ആവാം. എന്നാൽ കാലാവധി കഴിഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ 30 മുതൽ 50 വർഷം എടുത്ത് ഡീകമ്മീഷൻ ചെയ്യണം. പഞ്ചായത്ത് തലത്തിലുള്ള വികേന്ദ്രീകൃത ജലവിഭവ പരിപാലന പദ്ധതികൾ ഉണ്ടാക്കണമെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. തനതു മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് സാമ്പത്തിക പ്രോത്സാഹനം കൊടുക്കണം. ഏകവിളത്തോട്ടങ്ങൾ പാടില്ല. വികേന്ദ്രീകൃത സൗരോർജ പദ്ധതികൾ തുടങ്ങുക. റോഡ് വികസനം പരിസ്ഥിതി ആഘാത പഠനങ്ങൾക്ക് ശേഷമേ ആകാവൂ. ഇവയിൽ പരിസ്ഥിതി നാശത്തിന്റെ മൂല്യം കണക്കാക്കണം. പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത രീതിയിലാവണം കെട്ടിട നിർമ്മാണം. സിമന്റ്, കമ്പി, മണൽ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. എല്ലാ മേഖലകളിലും മഴവെള്ള ശേഖരണം, ആധുനിക ഊർജത്തിന്റെ ഉപയോഗം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. പുഴകളുടെ തിരിച്ചുവിടൽ അനുവദിക്കരുത്. വനാവകാശ നിയമം കണക്കിലെടുത്ത് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവ് എന്ന സംവിധാനം നടപ്പാക്കണം. ഇവയ്ക്ക് പുറമെ തനത് മൃഗങ്ങളെ വളർത്തുന്നവർക്ക് പരിരക്ഷണ സേവനത്തിനുള്ള കൂലി നൽകണമെന്നും കാവുകളും കണ്ടൽക്കാടുകളും സംരക്ഷിക്കുന്നതിന് സഹായധനം കൊടുക്കണമെന്നും പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി സ്കൂളുകളിലെയും കോളേജുകളിലെയും പരിസ്ഥിതി ക്ലബ്ബുകളുടെ സേവനം മുതലെടുക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു. അതിരപ്പള്ളി, ഗുണ്ടിയ അണക്കെട്ടുകൾ വേണ്ട എന്നും ഗോവയിലും മഹാരാഷ്ട്രയിലും പുതിയ ഖനനം നിയന്ത്രണ വിധേയമായി ആകാവൂ എന്ന നിലപാടുമാണ് സമിതി എടുത്തത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിയ റിപ്പോർട്ടിൽ എന്നാൽ പ്രായോഗികതയുടെ കാര്യത്തിൽ ഏറെ പിന്നിലായിരുന്നതാണ് ആദ്യത്തെ വിമർശനം. നിർദ്ദേശങ്ങളിൽ മിക്കവയും അപ്രായോഗികവും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളവയുമാണെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾക്കെതിരായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഊർജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഈ നിർദ്ദേശം ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. മണൽ ക്വാറി മാഫിയകളെ തകർക്കുന്നതായിരുന്നു റിപ്പോർട്ട് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ സിംബന്ധികളും റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനും അവലോകനം ചെയ്യാനും നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ രൂപീകരിക്കാനും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി. 2013 ഏപ്രിൽ 15 കമ്മിറ്റി പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ തത്വത്തിൽ അംഗീകരിക്കുന്നതായിരുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ട്.
പക്ഷേ അതിൽ ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. പശ്ചിമഘട്ടത്തെ മുഴുവനായി പരിസ്ഥിതിലോല മേഖലയായി കണക്കാക്കുന്നതിന് പകരം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇത് 37% ചുരുക്കി. കൃത്യമായി പറഞ്ഞാൽ 60,000 ചതുരശ്ര കിലോമീറ്റർ. ഈ പ്രദേശത്ത് മാത്രമാണ് ഖനനം, ക്വാറി പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. നിലവിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമോ ഖനന കരാർ തീരുമ്പോഴോ ഏതാണ് ആദ്യം, അപ്പോൾ അവസാനിപ്പിക്കണം. തെർമൽ പവർ പ്ലാന്റുകൾ അനുവദിക്കില്ല. ജലവൈദ്യുത പദ്ധതികൾക്ക് വിശദ പഠനത്തിനു ശേഷം മാത്രം അനുമതി. പരിസ്ഥിതി മലിനമാക്കുന്ന റെഡ് വ്യവസായങ്ങൾക്ക് വിലക്കേർപ്പെടുത്തണം. പരിസ്ഥിതിലോല പ്രദേശത്തു നിന്ന് വിലക്കിയ വിളകൾ ജനവാസ മേഖലയിൽ കൃഷി ചെയ്യുന്നതിനോട് കസ്തൂരിരംഗന് അനുകൂല നിലപാടായിരുന്നു. 2013 സമർപ്പിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി 2014 കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി. ഇതിന് പിന്നാലെ 2015, 2017 വർഷങ്ങളിലും ഇതിന്റെ തുടർച്ചയായി കരട് വിജ്ഞാപനങ്ങൾ വന്നു. ഇതിനെതിരെ കർണാടക സർക്കാർ രംഗത്ത് വന്നു. കേസ് പരിഗണിക്കുകയായിരുന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാരിനോട് തന്നെ കരട് വിജ്ഞാപനത്തിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. വികസനം ഒരിക്കലും പ്രകൃതിയുടെ നാശത്തിന് വഴിതെളിക്കരുതെന്ന് ട്രിബ്യൂണൽ കേന്ദ്രത്തെ ഓർമ്മിപ്പിച്ചു. 2020 ഡിസംബർ 31 മുൻപായി അന്തിമ രൂപം തയ്യാറാക്കാനാണ് ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഇതുവരെ അന്തിമ രൂപരേഖ തയ്യാറായിട്ടില്ല. നമുക്കറിയേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിലെ പ്രളയ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നോ എന്ന്. കേരളത്തിലെ പ്രളയത്തിന് കാരണം അതിതീവ്ര മഴയായിരുന്നു. 2013 ഉത്തരാഖണ്ഡിലെ പ്രളയം മുതൽ എല്ലാ വർഷവും ഇത്തരത്തിൽ അതിതീവ്ര മഴ മൂലമുള്ള പ്രളയങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. 2011 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനവും കേന്ദ്രം സ്വീകരിച്ച് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. കേരളത്തിലെ പ്രളയത്തെക്കുറിച്ച് ഗാഡ്ഗിൽ പറഞ്ഞതിങ്ങനെ: അതെ, കനത്ത മഴ മൂലമാണ് കേരളത്തിൽ പ്രളയം സംഭവിച്ചത്. എന്നാൽ എനിക്ക് ഉറപ്പുണ്ട്, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയുടെ ശേഷിയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭത്തെ നേരിടാനുള്ള കഴിവ് കേരളത്തിന്റെ മണ്ണിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയോ കുറയുമായിരുന്നു.